ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു. ഇപ്പം മനസ്സിലായല്ലോ, ഇത് വൈകിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത്, വളരെ രഹസ്യം. പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എന്തിനാ രഹസ്യ സ്വഭാവം? ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയായിരുന്ന ഒരാളാണ്, നിരവധി പ്രാവശ്യം MLA ആയിരുന്ന ഒരാളാണ്, ഒരു കോടതിയുടെ, ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? കോടതിയിൽ കൊണ്ട് എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല കോടതിയിൽ. ഞാൻ കൊണ്ടുപോയി ഇത് എൻ്റെ കുറെ തെളിവുണ്ടെന്നും പറഞ്ഞൊരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? അത് വെറുതെ പറയാനൊന്നും കയ്യിലില്ലാഞ്ഞിട്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് പറയാം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, ഇത്രയും നാൾ MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൾക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എത്ര CPM നേതാക്കൾ ജയിലിലായി, ഒരാൾക്കെതിരെ, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി, സർക്കാർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോ 2 ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു, കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത്. പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം 2 ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത CPM കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പൊ SITയിൽ വെച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം വളരെ ആർജവമുള്ള, നട്ടലുള്ള, നിലപാടുകളുള്ള, വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളെയും പഠിച്ച്, വിശദമായി പഠിച്ച്, ആഴത്തിൽ അറിഞ്ഞ്, വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവാണ്. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനെ, അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലീസ്, SIT അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ആ വാർത്ത പുറത്തേക്ക് വരുന്നത് ഇന്നലെയാണ്. പക്ഷെ ചോദ്യം ചെയ്തതോ ദിവസങ്ങൾക്ക് മുൻപാണ്. ചോദ്യം ചെയ്തതും ആ പ്രവൃത്തിയും എല്ലാം വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. അപ്പൊ ഇന്നലെ അതൊക്കെ കഴിഞ്ഞത് മാധ്യമങ്ങളിൽ വന്നപ്പോ ഇന്നലെ കടകംപള്ളി വീണ്ടും വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളി? വി.ഡി. സതീശന് തെളിവ് ഹാജരാക്കട്ടെ എന്ന്. എടോ, കടകംപള്ളിയോട് വി.ഡി. സതീശൻ പറയുന്നത്, ഇയാള് ഇങ്ങനെ പൊട്ടനാവരുത്. എനിക്ക് ഒരു കാര്യം ഇതിൽ ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോ കടകംപള്ളി ഈ കേസിൽ പ്രതിയാകും, കുടുങ്ങും, നല്ല 8 നിലയിൽ പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കടകംപള്ളിക്കറിയാം. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞ പോലെ കടകംപള്ളി ഇങ്ങനെ കുടുങ്ങാൻ നിൽക്കുമ്പോൾ കടകംപള്ളി അടിമകളെ ഇങ്ങനെ ആവേശമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ വെല്ലുവിളികൾ നടത്തുകയാണ്. പിന്നെ ഈ അടിമകൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല. ഒരു സിവിൽ കോടതിയിലുള്ള പ്രൊസീജിയറുകളും നടപടിക്രമങ്ങളും, അതും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ വി.ഡി. സതീശൻ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനെതിരെ കടകംപള്ളിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരനാരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. ഇവിടെ വി.ഡി. സതീശൻ ഇതിൽ പ്രതിയാണ്. ആ വി.ഡി. സതീശന് കോടതിക്ക് മുന്നിൽ അയാളുടെ ഭാഗം പറയാനും അയാളുടെ കയ്യിലുള്ളത് ഹാജരാക്കാനും ഒക്കെ അതിന്റെ ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയറുകളുണ്ട്. ആ സമയത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനിടയിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്നത് പോലെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇടക്കിടക്ക് വെല്ലുവിളിച്ചോണ്ടിരിക്കുക. ഇന്ന് ഈ വെല്ലുവിളിക്കുന്ന കടകംപള്ളി ഒരു കാര്യം ഓർക്കുന്നില്ല. എന്താണ്? ഈ കഴിഞ്ഞ 2-3 തവണ കോടതി കേസ് പരിഗണിക്കുമ്പോൾ കടകംപള്ളിയുടെ വക്കീൽ കോടതിയിൽ പോകുന്നില്ല. എന്താ കോടതി പോകാത്ത? കേസ് എങ്ങനെയെങ്കിലും ഇങ്ങനെ വൈകിപ്പിക്കണം, ലാഗ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി കോടതിയിൽ കടകംപള്ളിയുടെ വക്കീല് പ്രത്യക്ഷപ്പെടുന്നില്ല. പരാതിക്കാരന്റെ വക്കീലാണ് കോടതി പോകാതെ, അല്ലാതെ പ്രതിയുടെ വക്കീൽ കോടതിയിൽ പോകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പരാതിക്കാരന്റെ വക്കീലാണ് കോടതിയിൽ പോകാത്തത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഈ അടിമകളെ ഇങ്ങനെ ആവേശം കൂട്ടാൻ വേണ്ടി, അടിമകളുടെ മൂട്ടിൽ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് മാധ്യമങ്ങളിൽ വന്നിട്ട് വെല്ലുവിളിക്കും. എന്നാ പിന്നെ അത്ര ചുണയുണ്ടെങ്കിൽ കടകംപള്ളി എന്താക്കേണ്ടത്?
വക്കീലിനോട് പറയണം കറക്റ്റ് ഹാജരാവണം എന്ന്. ഒന്നല്ല രണ്ടല്ല മൂന്നിലേറെ തവണയായി കടകംപള്ളിയുടെ വക്കീൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാവാത്തത്. മനസ്സിലായില്ലേ? അപ്പോ ഈ കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ വലിയ വെല്ലുവിളിയാ. എന്താ കാര്യം? അകത്താകാൻ പോവാണ്. ഇനി വെല്ലുവിളിക്കാൻ കഴിയില്ല. അപ്പൊ അകത്താകാൻ പോകുന്നതിന് മുമ്പ് വെല്ലുവിളി അത് നടത്തിയിട്ട് മാസ് കാണിച്ചിട്ട് പോകാന്നാണ് കരുതുന്നത്. പക്ഷെ ഇതൊക്കെ വെള്ളത്തിൽ വളിയിട്ട പോലെ ചീറ്റി പോവുകയാണ്. കുമളകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ അതും ആരോടാ കളിക്കുന്നതെന്നുള്ളത് ഒരു ബോധം വേണ്ടേ? വി സതീശൻ എന്ന് പറഞ്ഞാല് നമ്മളിന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തില് ആ രാഷ്ട്രീയക്കാരിൽ വ്യക്തമായ പക്വതയും തിരിച്ചറിവും ബോധവും ആഴത്തിലുള്ള നോളജും ക്യാപ്പബിലിറ്റിയും എവറിത്തിങ് ഒരു പക്ക 100% എല്ലാം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ. അങ്ങനെ നമ്മളിന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ എടുത്ത് അളന്നു നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകള് വളരെ വിരളമാണ്. ആ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തില് ഒന്നാമത് നിൽക്കുന്ന വ്യക്തിയാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത്. അയാൾ വെറും ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ പറവൂരിന്റെ MLA ഒന്നും മാത്രമല്ല. വ്യക്തമായ കാഴ്ചപ്പാടുകൾ കേരളത്തെക്കുറിച്ച്, വ്യക്തമായ കാഴ്ചപ്പാടുകൾ, ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, എഡ്യൂക്കേഷണൽ, അങ്ങനെ എല്ലാ മേഖലകളിലും അയാൾക്ക് അയാളുടേതായ വ്യക്തമായ കാഴ്ചപ്പാടുകളും ആഴത്തിലുള്ള അറിവും പഠനവും. അതിനപ്പുറം അയാള് നല്ല ഒരു വക്കീല, ഒരു അഡ്വക്കേറ്റാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക്, ഈ മുഖ്യധാര കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വക്കീലാണ് അയാള്. നമ്മൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. അപ്പം കോടതിയുടെ നടപടികളെ കുറിച്ചും അതിന്റെ പ്രൊസീജിയറുകളെ കുറിച്ചും നിയമ നടപടികളെ കുറിച്ചും ഒക്കെ വ്യക്തമായ അറിവും ധാരണയും അത് പ്രാക്ടീസ് ചെയ്ത് കഴിവുമുള്ള വ്യക്തിയാണ്. അങ്ങനത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത്. എന്നാ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ PS പ്രശാന്തിനെയും കടകംപള്ളിയെയും SIT ചോദ്യം ചെയ്തത് എന്തിനാണ് 3-4 ദിവസം വളരെ രഹസ്യമാക്കി കൊണ്ടു നടന്നത്? അത് കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ക്യാപ്സ്യൂള്? അത് ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന ക്യാപ്സ്യൂളാണ്. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അടൂർ പ്രകാശിന് അങ്ങനെ ഒരു നോട്ടീസോ SIT എന്തെങ്കിലും തരത്തിൽ അടൂർ പ്രകാശിനെ സമീപിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് പറഞ്ഞ് നോട്ടീസോ മറ്റോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഈ വാർത്ത എവിടുന്നാ വരുന്നത്? ഈ വാർത്ത വരുന്നത് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മുമ്പ് കടകംപള്ളിയെയും പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്യുന്നു. അത് രഹസ്യമാക്കി വെക്കുന്നു. ഇന്നലെ ആ വാർത്ത പുറത്തേക്ക് വരുന്നു. ആ വാർത്ത പുറത്തേക്ക് വന്ന ഉടനെ അടുത്ത ഒരു വാർത്ത സഖാക്കൾ പടച്ചു വിടുകയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇന്ന് നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ് ഇന്നുവരെ അടൂർ പ്രകാശിന് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. ഇപ്പൊ ഇതിൽ വേറൊരു കോമഡി ഉള്ളത് എന്താന്ന് വെച്ചാല്, ഈ ശബരിമലയിലെ അയ്യന്റെ പൊന്നുകട്ട കേസ് ഇത് നടക്കുന്നത് എപ്പോഴാ? 2019 മുതലുള്ള കാലഘട്ടത്തിലാണ്. ഈ 2016 മുതൽ കേരളം ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്. ആദ്യ ടേമില് ദേവസ്വം മന്ത്രി ആരാണ്? കടകംപള്ളിയാണ്. രണ്ടാമത്തെ ടേമില് ആരാണ്? വാസവനാണ് ദേവസ്വം മന്ത്രി. ഈ സഖാക്കൾ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ മുൻ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ അവരുടെ മുൻ MLA, അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങള്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങള് ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരിക്കുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ മുൻ മന്ത്രി കടകംപള്ളിയിലേക്ക് ഇത് എത്തി നിൽക്കുമ്പോൾ, ഇതിന്റെ ചോദ്യം ചെയ്യലും ഇതിന്റെ കാര്യങ്ങളും അവിടെ വരെ എത്തി നിൽക്കുമ്പോൾ, ആ ചോദ്യം ചെയ്യലിന്റെ തൊട്ട് തലേ ദിവസമാണ് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് ഉറങ്ങുകയാണോ? മെല്ലപ്പോക്കാണല്ലോ, ഒരു ഉഷാറില്ല എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സഖാക്കൾ തന്നെയാണ് അയ്യന്റെ പൊന്ന് കട്ടതാരപ്പ എന്ന് വെച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സഖാക്കൾ മാത്രമാണ്, സഖാക്കൾ തന്നെയാണ് അയ്യപ്പ എന്ന് പറയേണ്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും വാർത്തകൾ അങ്ങനെ കൊടുക്കുക.
മനസ്സിലായില്ലേ? എന്തെങ്കിലും വാർത്തകൾ കൊടുക്കുക. അപ്പോൾ അതും എസ്പെഷ്യലി വളരെ രഹസ്യമായി കൊണ്ടു നടന്നു. പക്ഷെ അത് എങ്ങനെയോ പുറത്തായി. ആരോ കുത്തി ചാടിച്ച് പുറത്താക്കിയത്. കടകംപള്ളിയെയും പ്രശാന്തിനെയും ജോയിൻ ചെയ്ത് പുറത്താക്കി. അപ്പോൾ ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെ കടകംപള്ളിക്ക് തോന്നുകയാണ് ഇനി ചിലപ്പോൾ വെല്ലുവിളിക്കാൻ പറ്റൂല, അപ്പോൾ ഒരു വെല്ലുവിളി കൂടി നടത്തിയിട്ട് അകത്തോട്ട് പോകാം എന്ന് കരുതിയിട്ടാവണം വി ഡി സതീശനോട് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഇയാൾ ഇത്ര വലിയ പൊട്ടനാണോ എന്നാ ചോദിക്കുന്നത്. ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത വ്യക്തിയാണോ ഒരു മന്ത്രിയായിരുന്ന വ്യക്തി, അല്ലെങ്കിൽ കുറെ കാലം MLA ആയ വ്യക്തി ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ എന്താണെന്ന് അറിയാത്തവനാണോ? അത്രയും വലിയ പൊട്ടനാണോ എന്ന് ചോദിച്ചിട്ട് വി ഡി സതീശൻ പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സഖാക്കളോട്, അടിമകളോട്, കടകംപള്ളിയോട്, രാജാവിനോട് അടക്കം പറയാനുള്ളത് വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ജനം അത്തരത്തിൽ മണ്ടന്മാരാണെന്ന് കരുതരുത്. കാരണം കടകംപള്ളിക്ക് ചിലപ്പോൾ ഈ പറയുന്ന സിവിൽ പ്രൊസീജിയർ അറിയില്ലെങ്കിൽ അതറിയുന്ന ജനതയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനം എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. എന്തിനാ ഇത് കേൾക്കുമ്പോൾ ഈ ആളുകൾ, ഈ പ്രൊസീജിയറുകളെ കുറിച്ച് അറിയുന്ന ആളുകൾ, പരാതി കൊടുത്തത് ആരാണോ, പരാതി ആരുടെ മേലാണോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്, ആരാണോ ഇതിൽ ആരോപണ വിധേയൻ അല്ലെങ്കിൽ കുറ്റാരോപിതൻ ആരാണോ എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് അറിയുമ്പോൾ, കോടതിയുടെ സിവിൽ പ്രൊസീജിയറും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയുന്ന ജനമാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഈ പൊട്ടന്മാർക്ക് വേണ്ടേ? അതില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതാണ് മനസ്സിലാവാത്തത്. കാരണം നമുക്കൊക്കെ ഇപ്പൊ നമ്മളൊരു മണ്ടത്തരം വിളിച്ച് പറയുകയാണെങ്കിൽ അത് മണ്ടത്തരം ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ജാള്യത നമ്മുടെ മുഖത്തുണ്ടാവും, ഒരു ചമ്മല്, ഒരു നാണം, അല്ലേ? ഒരു റിയാക്ഷൻ നമ്മുടെ ഫേസിലുണ്ടാവും. ഇവരിത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. പച്ച നുണ വിളിച്ചു പറയാനും മണ്ടത്തരം വിളിച്ചു പറയാനും ഒരു തരത്തിലുള്ള നാണവും മാനവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ ഈ പൊതുജനത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എൻ്റെ മുൻപിൽ ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഈ അടിമകൾ ഇങ്ങനെ വന്ന് പച്ച നുണ പറയുന്നത് കേൾക്കുമ്പോഴേ എങ്ങനെയാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എങ്ങനെ പൊതുജനത്തിന്റെ മുഖത്ത് നോക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല.